ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ നമുക്ക് 2 ദിവസം കമ്പനി ഒഴിവായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ രാവിലെ അതാണിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുളിച്ചിട്ട് ഇടക്കളയിൽ കയറുന്നത് ഒരു ഐശ്വര്യമാണല്ലോ, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അപ്പോൾ പതിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ചായക്കടിയും കാര്യങ്ങളും ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ മീൻ വറ്റിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഈ ഉണക്കൽ മീൻ ഇങ്ങനെ കുറഞ്ഞ വെള്ളത്തിൽ വേവിച്ചെടുക്കുമല്ലോ, പാകപ്പെടുത്തിയെടുക്കുമല്ലോ, അതിന് മീൻ വറ്റിക്കുകയെന്നാണ് കേട്ടോ ഇവിടെയൊക്കെ പറയുക. മലപ്പുറത്ത് അങ്ങനെയൊക്കെയാണ് പറയുക. പിന്നെ ചായക്കടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കൊക്കെയുള്ള പരിപാടിയാണല്ലോ നോക്കി. പിന്നെ പ്രത്യേകിച്ച് ഒരു കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോവാട്ടോ ചെയ്യുക. അപ്പോൾ ഞാനിന്ന് ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്താൽ ലൈറ്റ് ഉണ്ടാകും, അങ്ങനെയൊക്കെയാണ് എൻ്റെ ചിന്താഗതി. അതുകൊണ്ടാണ് കുറേ അടച്ചും തുറന്നും അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഫോണിൻ്റെ ക്ലിയർ നോക്കിയതാണത്. അപ്പോൾ ഉച്ചക്ക് മത്തൻ കറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്ത്. അപ്പോൾ പിന്നെ ഞാൻ മീൻ അങ്ങനെ വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ പപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പപ്പടം പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ. എപ്പോഴും ഇങ്ങനെ നല്ല ക്ലീനിങ് ആയിട്ടില്ലെങ്കിലും എപ്പോഴേലൊക്കെ ഒന്ന് ആകെ അലങ്കോലമായി കിടക്കുന്നതൊന്നും അത്ര വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ക്ലീൻ ആക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആക്കിയിട്ടില്ലെങ്കിലും ആകെപ്പാടെ അലങ്കോലമായി കിടക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ആക്കും. പിന്നെ ലാസ്റ്റ് എല്ലാ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഒന്ന് റെഡിയാക്കും കേട്ടോ. അപ്പോൾ എങ്ങോട്ടും പോകാനൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ ക്ലീനാക്കി നിൽക്കുന്നേ പിന്നെ ജോലി. അപ്പോൾ അതാ മീൻ വറ്റിക്കണത്, ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ പാകപ്പെടുത്തിയെടുക്കുകയാണ്, വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം രാജുവേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻ വറ്റിച്ച് അതും കൂട്ടി ചോറുണ്ണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവയ്ക്ക് മീനൊക്കെ വറുക്കണതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്തൻ കറി അവിടെ വറവിടാനുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ കുറച്ച് ചില്ലറ ഒരു തട്ടിക്കൊട്ട് അങ്ങനത്തെ ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ബക്കറ്റിൽ കുറച്ച് കവറിലൊക്കെ സാധനങ്ങളൊക്കെ ആക്കി വെക്കുമല്ലോ, ഇങ്ങനെ കടല അല്ലെങ്കിൽ ബാക്കി വന്ന റവ അതൊക്കെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ആ ബക്കറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ടേബിളൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പാത്രത്തിലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ രാജുവേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാജുവേട്ടനും ഇങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കൽ തുടങ്ങി. അങ്ങനെ എടുത്തിട്ടൊക്കെ കുറേ ദിവസമായല്ലോ. അപ്പോൾ രാജുവേട്ടൻ പറയുന്നു, ഒന്ന് വീഡിയോ എടുത്താൽ പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് അവൻ വീഡിയോ ഇടുക, അങ്ങനെയൊക്കെയാണ് പറയുന്നത് അവിടെ. അപ്പോൾ കറിയൊക്കെ ഏകദേശം അവിടെ വറ്റി തുടങ്ങിയിട്ടോ. അപ്പോൾ അടുത്ത് ഈ കറി ഉണ്ടാക്കി വെച്ചിരുന്നപ്പോഴേക്ക് വറവിടാനുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസമ്മ ഒന്ന് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്യാസൊക്കെ ഓണാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വറവിടാൻ വേണ്ടിയിട്ട് മത്തൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലേ എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉരുളിയിലൊക്കെ എണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് പാടത്തൊക്കെ അങ്ങനെ പട്ടക്ക് പോയാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു പിന്നെ രാജേട്ടനവിടെ വീടിൻ്റെ അടുത്ത് തോട്ടമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ പണി. അപ്പോൾ ഞാനും ഒപ്പം പോയി. പിന്നെ കുറച്ച് പട്ടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ കറിയൊക്കെ വറവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആർക്ക് ഞാൻ ആ പട്ട എടുത്തിരുന്നാലോ? എങ്ങോട്ട്? വണ്ടൂർക്കോ? ഒറ്റക്കോ? ഒറ്റക്കോ? അതല്ല, നിങ്ങൾ വണ്ടൂർക്ക് ഒറ്റക്കോ പോണ? അതവിടെ ഞാൻ ആ പട്ടക്ക് പോയാ കേട്ടോ. അജോട്ടും വീഡിയോ നിൽക്കണില്ല ഇല്ലല്ലോ? വീഡിയോ നിൽക്കണില്ലല്ലോ? നേരല്ല. വർത്താനം പറയൂലെന്നോ?
അങ്ങനെ അതാ റബ്ബറും തോട്ടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളിയും കയറൊക്കെ കൂട്ടിയിട്ട് ഞാനവിടെ ഫോൺ വെക്കാനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ 2 ഇലയൊക്കെ കാണുന്നുണ്ടല്ലോ ഇവിടെ മുന്നിലായിട്ട്. അപ്പോൾ ക്യാമറൻ്റെ മുന്നിലുണ്ടായിരുന്ന ഇലകളാണ് കേട്ടോ അതൊക്കെ. കയറുമ്പോൾ ഉണ്ടായിരുന്ന അതായത് വള്ളിയുമ്പോൾ ഉണ്ടായിരുന്ന ഇലകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അങ്ങനെ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ രാജുവേട്ടനും ഞാൻ അവിടുന്ന് വിറകെടുക്കണുണ്ട്. അപ്പോൾ രാജുവേട്ടനും തന്നെ ഇജെടുക്കണ കണ്ടിട്ട് ഞാനും കൂടി തന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ. കത്തി കൊണ്ടുവരുമോ? കത്തി അങ്ങനെ കുറച്ച് പട്ടയൊക്കെ മേലേക്ക് വെച്ചതിന് ശേഷം പിന്നെയും കുറച്ച് താഴത്ത് നിന്ന് എടുക്കാനുണ്ടായിരുന്നുണ്ട്. അപ്പോൾ താഴെ ഭാഗത്തൊക്കെ വന്നിട്ട് ഞാൻ ക്യാമറ വെച്ചത് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാതും കൂടി അങ്ങോട്ട് ഓക്കെ കിട്ടില്ലല്ലോ. അപ്പോൾ ചിലതൊക്കെ ശരിയാവും. അപ്പോൾ ഞാൻ ഈ ക്യാമറ വെച്ചതൊന്ന് ചെറുതായിട്ടൊന്ന് താഴെ ഭാഗത്തൊക്കെ ആയിട്ട്, അപ്പോൾ വിറകെടുക്കണതിൻ്റെ ഇടയിൽ കാലൊക്കെ ഒന്ന് സ്ലിപ്പായി പോകുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മേലേക്ക് എത്തിക്കാനുണ്ട്. അപ്പോൾ മേലൊക്കെ ഉണ്ടോ കുറച്ചങ്ങനെ മേലക്ക് വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്നായിട്ട് അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ തോട്ടത്തിൽ നിന്ന് എല്ലാതും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, കുറച്ച്. അപ്പം ഞാനിവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഈ ഒരു നല്ലൊരു പോക്ക് പോകണമല്ലേ, അത് പട്ടെടുത്തുകൊണ്ട് വരാൻ പോവാം കേട്ടോ തോട്ടത്തേക്കും. അപ്പം ഞാൻ രാജുവേട്ടനോട് ഞാൻ വരുന്ന കാണുമ്പോൾ ഒന്ന് ഓണാക്കണം എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ രാജുവേട്ടൻ ഞാനവിടെ പണിയിലല്ലേ എന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഞാൻ തന്നെ ഓണാക്കി സ്വയം ഞാൻ തന്നെ പോയതാണ്. അപ്പോൾ ക്യാമറ കുറച്ച് എഡിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഈ വരവൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് വേഗം പിന്നെ ക്യാമറ ഓഫാക്കിയിട്ടൊക്കെ കേട്ടോ. അങ്ങനെ പട്ടയൊക്കെ കൊണ്ടുവന്ന് ലാസ്റ്റാണ് കേട്ടത്. അപ്പോൾ കഴിഞ്ഞു, പട്ടയൊക്കെ കൊണ്ടുവരലൊക്കെ കഴിഞ്ഞ് കുറച്ചുണ്ടായിരുന്നു. പിന്നെ വെയിലൊക്കെ അല്ലേ വിചാരിച്ച് എന്താ നിങ്ങളെപ്പോഴും പോകണം അതിനെ പോവോ? അങ്ങനെ രാജുവേട്ടൻ വണ്ടൂർക്കൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നാട്ടോ അവിടെ കുറച്ച് നേരം. അപ്പോൾ രാജുവേട്ടൻ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരുമോ, അതായത് ആ ഷീറ്റാക്കുന്നുണ്ടല്ലോ അവിടെ റബ്ബറും പാൽ ഊറ്റിയതിന് ശേഷം. അപ്പോൾ അതിനെ ഒന്ന് സഹായിച്ചു കൊടുത്തത് കേട്ടോ. ആ വെള്ളം ഒന്ന് ബക്കറ്റിൽ അങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് പിന്നെ ഞാനിത് അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഒന്ന് ഈ പട്ടാളൊക്കെ ഒന്ന് വെയിലത്ത് കിട്ടുമെന്നേ ഉള്ളൂ. ഞാൻ വൈകുന്നേരത്ത് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചതാണ് ഈ പട്ടയൊക്കെ. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ മഴയൊക്കെ പെയ്തിരുന്നു കേട്ടോ. പിന്നെ ഞാനത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം രാജുവേട്ടൻ ഇവിടെ ഷീറ്റാക്കണൊക്കെ ഇങ്ങനെ ഞാനവിടെ അതൊന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഞാനൊരു പാട്ട് പാടുമെന്ന് പറഞ്ഞതാണ്. ജോലിൻ്റെ ഇടയിൽ ഒരു പാട്ട് പാടിയത് എന്താ പറയുക, ഒരു ഭയങ്കര ത്രില്ലാണല്ലോ. ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പാട്ട് പാടിയിട്ട് യൂട്യൂബിലിടണമെന്ന് ഞാൻ രാജുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പാടി തരില്ല കേട്ടോ. ഈ വേഷം അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഈ ഒരു വേഷത്തിൽ രാജുവേട്ടൻ പാട്ട് പാടി തരില്ല കേട്ടോ. ഞാൻ പറയലുണ്ടെന്ന് പാട്ട് പാടിക്കൂടെ വീഡിയോയിലിടാൻ. അതിനെ കൊണ്ട് പോകാൻ ഒരു രണ്ടാൾ മാത്രം. അങ്ങനെ എല്ലാ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ് ചോറൊക്കെ കൊണ്ടതിന് ശേഷം അമ്മൂന് കുട്ടീനോടൊക്കെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഒരു 3 മണിയല്ല 3:30-4 മണിയൊക്കെ ആയപ്പോൾ വൈകുന്നേരത്തിലെ കലാപരിപാടികളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാത്രം കഴുകലാണല്ലോ മെയിൻ. അപ്പോൾ പാത്രം കഴുകാനും കുറച്ച് അധികം ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ അടുക്കളയൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്ലീനാക്കാനും പാത്രങ്ങളൊക്കെ കഴുകിയത് എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ബേസിൽ കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീനാക്കാനും പിന്നെ ബേസിലത്തെ
വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നല്ല വെള്ളം ഒഴിക്കാനും എല്ലാതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. പിന്നെ ചായക്കുള്ള വെള്ളമൊക്കെ അവിടെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായക്കുള്ള വെള്ളമൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം അരിയൊക്കെ കഴുകിയിടുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിരുന്നു. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കാനുണ്ട്. അപ്പോൾ പട്ട കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കാനുണ്ട്. അത് കടഞ്ഞിടുക എന്നാണ് കേട്ടോ ഇവിടെ പറയുക. പട്ടയൊക്കെ ഒന്ന് കടയുക, അതായത് വെട്ടി ഓലക്കൊടി വേറെ പട്ട വേറെ അങ്ങനെ ആക്കി വെക്കണതിന് കടയുക എന്നൊക്കെയാണ് കേട്ടോ പറയുക. വീട്ടിൽ അമ്മയെ ഞാൻ അങ്ങനെ പറയും. ഓലക്കൊടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മ പറയും കടഞ്ഞു വെക്കട്ടെ എന്ന് പറയും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ പറയൽ. അപ്പോൾ ഞാൻ മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ ഇട്ടുകൊണ്ട് വേഗം ഞാൻ പട്ടയൊക്കെ ഒന്ന് ആദ്യം ചെറുതാക്കിയിട്ട് അങ്ങനെ ഞാൻ ആ വിറകട്ടിയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിലാകുമ്പോൾ പിന്നെ മഴയൊന്നും കൊള്ളില്ലല്ലോ. അപ്പോൾ അവിടുന്ന് സൗകര്യം പോലെ കടയാന്ന് വിചാരിച്ച് ഓലക്കൊടി വേറെ പട്ട വേറെ അങ്ങനെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ മഴയൊക്കെ ഒന്ന് തുള്ളിയിട്ട് വീഡിയോയിൽ അങ്ങനെ ക്ലിയറായിട്ട് കാണില്ലെങ്കിലും ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് തുള്ളിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഞാൻ ആ വിറകട്ടിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ചാൽ അവിടുന്ന് സൗകര്യം പോലെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അകത്തേക്കുള്ള വിറകും എടുത്ത് വെക്കണം. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി മാറ്റണം. പച്ചയാണ്, അപ്പോൾ അതൊന്ന് അവിടെ മഴ കൊണ്ട് കിടന്നാലും കുഴപ്പമില്ലല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ഉള്ളിലേക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇതാണ് സംഭവം. ഇതിനാണ് കടയുക എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഓലക്കൊടി വേറെ പട്ട വേറെ അങ്ങനെ ആക്കി വെക്കാം കേട്ടോ. ഇതിനുള്ളിൽ കൊണ്ടുവന്നാൽ സൗകര്യം പോലെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ എന്ന് എനിക്കറിയില്ല. ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ അങ്ങനെ വ്ളോഗാക്കി ഇട്ടു എന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയിൽ വല്ല തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോഴേക്കത് ആ തെറ്റ് പിന്നെ അതിൽ ആവർത്തിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഓലക്കൊടിയൊക്കെ അവിടെ പട്ട വേറെ ഓലക്കൊടി വേറെ സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അവിടെ വിറകും പണി കഴിഞ്ഞു. പിന്നെ അവിടെ ചോറായി. അപ്പോൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കറി കുറച്ച് അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഉപ്പേരിയും കറിയാണ് കേട്ടോ വൈകുന്നേരത്തിന്. പിന്നെ അപ്പോൾ ഇന്നത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.